ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. ഇന്ന് നമുക്ക് രണ്ട് പരിപാടികളുണ്ട്. ഒന്ന് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യണം, മറ്റൊന്നൊരു അടിപൊളി ട്രിപ്പ് പോയിട്ട് വരണം. രാവിലെ 5 മണിയായിട്ടുണ്ട്. നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് വേളിയിലാണ്. ഞാൻ ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് കുടിക്കണ ജോലിയാണ്. ഇത് കുടിക്കുമ്പം ഒന്ന് ഫ്രഷ് ആവും. ഇപ്പം പകുതിയോളം കുടിച്ചിട്ടുണ്ട്. കടുപ്പത്തിരി കൂടിപ്പോയി, മധുരം തീരെയില്ല. അപ്പോൾ കുടിയും ഒരുക്കെല്ലാം കഴിഞ്ഞു. റൈഡ് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുന്നത് വേറെ ആരുമില്ല, നമ്മുടെ റാഷിക് ബ്രോ. വേളി കടപ്പുറത്തെത്തി. പക്ഷേ വേളി ക്ലോസ് ആണ്. ടൂറിസ്റ്റ് വില്ലേജാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റ് വില്ലേജ് ആക്കുളം കായലിന്റെ ആ ഭാഗമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇത് ബീച്ച് വേളിയുടെ ഇടത് സൈഡിൽ കാണുന്ന വേളിക്ക് ഉള്ളിൽ, വേളി ടൂറിസ്റ്റ് ഹോം കഴിഞ്ഞ് ഉള്ളിലോട്ട്, ടൂറിസ്റ്റ് വില്ലേജ് കഴിഞ്ഞ് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആ സൈഡാണ് എത്തുന്നത്. അങ്ങേ ഭാഗത്താണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്. എന്തായാലും രാവിലെ റൈഡ് ഇറങ്ങിയപ്പോഴേക്കും വെറുതെ ഇങ്ങോട്ട് വരാൻ തോന്നി. എന്തായാലും നല്ല രസമുണ്ട് കാണാനൊക്കെ. നല്ല ഏരിയ, കടലും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ഇവിടെ ഇങ്ങോട്ടൊക്കെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം ഇടയ്ക്ക് കടൽ കയറിയിട്ട് പൊളിഞ്ഞതാണ്, കംപ്ലീറ്റ് പൊളിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് മഴയൊക്കെ വന്ന് ശംഖുമുഖത്തും ഏകദേശം സൈഡ് റോഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും പൊട്ടിയിരിക്കണമെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുള്ളപ്പോഴെല്ലാം ഇതുപോലെയാണ്. അതായത് അപ്പുറത്തെ സൈഡ് നീല കളറും കരയിലോട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡുമാണ് എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ ഈ ബീച്ചിൽ. ഇന്നത്തെ മെയിൻ ലക്ഷ്യം നമുക്ക് സൈക്കിൾ ക്ലീനിങ് ആണ്. ഇപ്പോൾ രാവിലെ ഒരു റൈഡായിട്ട് ഇറങ്ങിയതാണ്. കാരണം ഞാൻ റൈഡ് ഇറങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയോളം ആളായി. അവസാനമായിട്ട് പോയത് നെട്ടയാണ്. നെട്ടയിൽ പോയപ്പോൾ എനിക്ക് ചെറിയ പനിയൊക്കെ പിടിച്ചുമായിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഹെൽമെറ്റിലൂടെ ഷീൽഡ് ഉണ്ടായിരുന്നു. ആ ഷീൽഡ് വന്ന് നമ്മുടെ എയർ കയറുന്ന ഈ ഭാഗങ്ങളൊക്കെ ക്ലോസ് ആയി. അങ്ങനെ നീര് തരിച്ചുണ്ടായി, അങ്ങനെ പനിയായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഷീൽഡ് ഉണ്ടെങ്കിൽ അത് മുകളിലോട്ട് വെക്കാതെ, റൈഡിങ്ങിൽ താഴോട്ട് തന്നെ വെച്ചിരിക്കണം. എപ്പോഴും മുകളിലോട്ട് വെക്കാതെ നോക്കണം. അതിനുശേഷം പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് സൈക്കിൾ എടുത്തത്. അതുകൊണ്ടൊന്ന് ചവിട്ടി നോക്കിയിട്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലോട്ട് പോകാമെന്ന് കരുതി. നെട്ടയിൽ പോയിട്ട് വന്ന് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. കംപ്ലീറ്റ് ഡേർട്ടി ആയിട്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഓയില് കാണിച്ചു തരാം. ചൈനയിൽ നിന്ന് വരുന്ന കരിയൊക്കെ കാണിച്ചു തരാം. ഉണ്ടോ, നല്ല കരിയുണ്ട്. കാരണം ഞാൻ അത് തൊട്ടില്ല. അവിടെ പോയിട്ട് വന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെ പിന്നെ പനിയായി, പിന്നെ അങ്ങനെ വെച്ചിരുന്നു. കംപ്ലീറ്റ് പൊടിയും അഴുക്കൊക്കെയാണ്. അതെല്ലാം നമുക്കിന്ന് വീട്ടിൽ പോയി അതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതാണ് ഇന്നത്തെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചെയിനിൽ മൊത്തവും കംപ്ലീറ്റ് ഇതാണ്. നമുക്ക് റാഷിക് ബ്രോയുടെ സൈക്കിൾ നോക്കാം.
അതിലും നല്ല കരിയുണ്ട്. ഇതും എത്ര ദിവസമായി ക്ലീൻ ചെയ്ത്? അന്ന് പോയപ്പോൾ പുള്ളിക്കാരനും അന്ന് ചെയ്തത് തന്നെയാണ് ക്ലീൻ. പിന്നെ പുള്ളിക്കാരനും വലിയ റൈഡ് ഇല്ലായിരുന്നു. നമുക്ക് രണ്ടും ക്ലീൻ ചെയ്യണമെന്ന്. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ഇന്ന് നോക്കാം. എങ്ങനെ ഒരു റൈഡ് പോയിട്ട് വരുമ്പോൾ എങ്ങനെ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ശ്രദ്ധിക്കുമായിരിക്കും, എന്നാലും ഹെൽമറ്റ് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം. ഹെൽമെറ്റിൻ്റെ അവിടെ അറ്റാച്ച്ഡ് ആയിരുന്നു മാസ്ക്. ഹെൽമെറ്റ് റൈഡ് പോയിട്ട് വരുമ്പോൾ ഒരു മാസം കൂടുമ്പോൾ ഇതിനകത്തുള്ള ഈ സ്ട്രിപ്പ് ഇതിൻ്റെ കാര്യം തോന്നുന്നു സ്പോഞ്ചിങ് സംഭവമൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് പിടിച്ചോ. ഈ സംഭവമൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. കണ്ടോ, ഇളക്കിയെടുക്കാം. ഇതൊക്കെ ഇളക്കിയെടുത്ത് ഇതിനകത്ത് ഏകദേശം എല്ലാം ഉണ്ട്. ഏകദേശം കുറേ സ്പോഞ്ചുണ്ട്. അതിൽ ഇളക്കിയെടുത്ത് സോപ്പ് പൊടി, നമ്മുടെ ഡിഷ് വാഷ് അതിലേക്ക് ഇട്ട് ഒന്ന് സർഫ് കൊടുത്ത തുണി എഴുതുന്ന തുണി എഴുതുന്ന അത് തന്നെ. അത് ഡിഷ് വാഷ് ഓക്കെ. അപ്പോൾ സർഫിലിട്ട് ഒന്ന് ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചിരുന്നാൽ കൊള്ളാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെറ്റോളില്ലേ, ഡെറ്റോള് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തുണിയിൽ എന്തെങ്കിലും മൊത്തത്തിലൊന്ന് ഈ വള്ളി ഈ സംഭവങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഈ ഭാഗത്തായിട്ട് വരുന്ന ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇവിടെ ഒരു ചില ഹെൽമെറ്റിലൂടെ ഒരു പാഡൊക്കെ വരും. ആ പാഡൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഇതുപോലത്തെ പാഡൊക്കെ വരും. ഇതിലെല്ലാം നന്നായിട്ട് നമ്മുടെ വേർപ്പ് തങ്ങുന്ന ഇതാണ്. അപ്പോൾ പെട്ടെന്ന് അഴുക്കാവാൻ ചാൻസ്. നന്നായിട്ട് ഡെറ്റോള് അതിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തോളാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഉണങ്ങാൻ വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്താൽ മതി. അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഹെൽമെറ്റ് മെയിനായിട്ട് ശ്രദ്ധിച്ചോളണം. തലയിൽ വെക്കുന്നതാണ് എപ്പോഴും വേർക്കും. ഇതിലോട്ടെ ലൈഫ് സൈക്കിൾ എങ്ങനെയുണ്ട്? വേലി റൈഡൊക്കെ പോയി എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചനിയനാണ്. എന്തായാലും നമുക്ക് അടുത്ത് താമസിപ്പിക്കേണ്ട പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ. ഇപ്പോൾ ഒരു റൈഡ് പോയിട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് ഒരു സൈക്കിളിൻ്റെ ഫ്രെയിമാണ്. സൈക്കിളിൻ്റെ ഫ്രെയിം കംപ്ലീറ്റ് ഒന്ന് നോക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതാദ്യം നോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്രെയിം ചെക്ക് ചെയ്തു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത് ബ്രാക്കാണ്. ബ്രാക്ക് ഷൂ 4 നോക്കണം, 4 സൈഡും നോക്കണം. ഇതിപ്പം വളരെ കുഴപ്പമില്ല. ഇനിയും കുറച്ചുകൂടെ യൂസ് ചെയ്യാം. ഇത് പെർഫെക്റ്റാണ്. ഓക്കെ, ഇതും വലിയ കുഴപ്പമില്ല. നൂലൊക്കെ ഒന്ന് ചുറ്റിയിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കളയണം. അത് നമുക്ക് ക്ലീനിങ്ങിൽ പറയാം. ഇത് തീരെ തേഞ്ഞ് പോയിട്ടുണ്ട്. ഒരു 50 കിലോമീറ്റർ കൂടെ ഓടാം. അത് കഴിഞ്ഞിട്ട് ഇത് മാറേണ്ടി വരും. അത് മാറുമ്പോൾ ഇതും കൂടെ മാറണം.
50 കുറച്ചുകൂടെ കൂടാം, 50, 70, 75 കിലോമീറ്റർ വരെ പോകും. അപ്പോൾ മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഒന്ന്, ഫ്രെയിമിൽ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അടുത്തതായിട്ട് ബ്രേക്ക് ഷൂ, അതിൽ എന്തെങ്കിലും തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ, എത്രത്തോളം ആയിട്ടുണ്ട് എന്നെല്ലാം ചെക്ക് ചെയ്തു. തേയ്മാനം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടത് മാറും. മാറിയില്ലെങ്കിൽ അതിനകത്ത് മെറ്റലുണ്ട്. ആ മെറ്റൽ നമ്മുടെ റിമ്മിന് ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ബ്രേക്ക് ഷൂ ഒരു റൈഡ് പോയിട്ട് വരുമ്പോൾ നിർബന്ധമായിട്ടൊന്ന് ചെക്ക് ചെയ്തോളണം എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അടുത്ത് നമുക്ക് ചെയിനാണ് അടുത്ത് മെയിനായിട്ട്. എൻ്റെ ചെയിന് നല്ല ഡർട്ടി ആയിട്ടുണ്ട്. അവസാനം നെട്ട ട്രിപ്പ് പോയതിന് ശേഷം ഞാനത് തൊട്ടിട്ടില്ല. അപ്പോൾ ഇന്നുകൂടെ ആ ട്രിപ്പ് പോയപ്പം ഏകദേശം എല്ലാം കൊണ്ടും കണക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിനി ക്ലീൻ ചെയ്തെടുത്താൽ പണി കിട്ടും. അതുകൊണ്ട് എനിക്കിത് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. ഇത് ഡീസലാണ്. ഡീസൽ അതിനെ ഒഴിച്ചെടുക്കണം. അപ്പം കരിയും ഇതെല്ലാം കളയിപ്പോവും. അടുത്തതുപോലെ ഒരു കോട്ടൺ തുണി എടുക്കണം. ഡീസൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡീസൽ മൊത്തത്തിൽ പിടിക്കും. എന്നിട്ട് നമുക്ക് തുടച്ചെടുക്കാം. ഡീസൽ തുടങ്ങി അതിൻ്റെ കൂടെ കരിയും സംഭവം എല്ലാം കൂടെ ഇളകി വരും. ഇപ്പോൾ കാണിച്ചു തരാം. കരി ഇപ്പം നല്ല കുറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഡീസൽ കൊടുക്കാം. വീക്ക്ലി സർവീസാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. വീക്ക്ലി സർവീസ് ചെയ്യണം എന്നുള്ളവർ ഈ രീതിയിൽ ചെയ്താൽ മതിയാവും. സൈക്കിൾ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട്. നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കാം. ഏകദേശം എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. ഈ കരിയും സംഭവിക്കും. ഇനി ഇത്തിരി മണ്ണും പൊടിയൊക്കെ ഉണ്ട്. അത് സോപ്പ് എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. നന്നായിട്ട് ഈ കരിയെല്ലാം പോയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഡീസലിട്ടപ്പോൾ തന്നെ പെർഫെക്റ്റ് ആയി. ഇനിയിപ്പോൾ ഡീസലിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അതിനായിട്ട് സോപ്പ് യൂസ് ചെയ്യണം. അതാകുമ്പോൾ എണ്ണയുടെ മയം എല്ലാം അങ്ങ് മാറി ഡ്രൈ ആവും. അടുത്ത് നമുക്ക് ബാക്ക് ഫ്രീ വീൽ, ഇതിൻ്റെ പരിപാടിയാണ്. ഇതിലും നല്ല ഡർട്ടിയാണ്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നല്ല പൊടിയും അഴുക്കും സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെയും കൂടെ കുറച്ച് ഡീസൽ ഒഴിച്ച് നമുക്കതിന് റിമൂവ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ടും ഉണ്ട്, ഇവിടെയും കൂടെ ചെയ്യണം. ഇത് അല്പം മെനക്കേട് തന്നെയാണ്. അതുകൊണ്ട് ഇത്തിരി മെനക്കെട്ടാലേ കാര്യം നടക്കുള്ളൂ. ഇതുപോലെ ഒരു ചെറിയ പീസ് തുണി എടുക്കണം. ഇടയ്ക്ക് ഇടാൻ പാകത്തിനായിട്ട്. പൊക്കി പിടിച്ച് കുറച്ച്. അടുത്ത നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഈ ഭാഗത്താണ്. ഇവിടെ രണ്ടിടത്തും മണ്ണും പൊടിയൊക്കെ ഉണ്ട്. ഇവിടെയും കുറച്ച് ഡീസൽ ഒഴിച്ച് ഇതിനെ ഒന്ന് തുടച്ചെടുക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം തിരിച്ച് വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്ത ചെയിലിൽ തന്നെയാണ് ഇത് വീണ്ടും പോകുന്നത്. അതുകൊണ്ടാണ്
അടുത്ത ഫ്രണ്ട്. ഇതിനിടയിലെല്ലാം നന്നായിട്ട് തുടച്ചു കൊടുക്കണം. ഇത്തിരി മെനക്കേടാണെന്ന് പറഞ്ഞ് വിട്ടുകളയില്ല. ചിലപ്പോൾ ഈ പൊടിയും മണ്ണൊക്കെ കയറി തുരുമ്പെടുക്കാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട് ട്യൂണിങ് ഈ 2 സ്ക്രൂ ആണ്. ട്യൂണിങ് ഒന്നുമില്ല, ചെയ്യാനൊന്നുമില്ല, അത് ചെയ്ത് പഠിക്കാനേ ഉള്ളൂ. 2 വട്ടം ചെയ്യുമ്പോൾ 3-ാമത്തെ വട്ടം ശരിയാവും. പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഷോപ്പിൽ എല്ലാ സർവീസിന് എൻജിനീയറിനെയും കാണിക്കാം. എല്ലാം നമുക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം നന്നായിട്ട് ഡീസൽ അപ്ലൈ ചെയ്ത് ഒന്ന് തുടച്ചെടുത്തു. ഒന്ന് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്തു. നമുക്ക് പിന്നെ ഡീസൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പോയി തുരുമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനിടയിൽ പിന്നെ പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ സൈക്കിൾ അറേഞ്ച് ചെയ്ത് സർവീസ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങൾ കാണാതെ പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ അവിടെയുള്ള പൊടികളെല്ലാം കുറച്ച് നീക്കം ചെയ്യാം. ഇവിടെയൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ സർവീസിന് ഇവിടെ എല്ലാം ഉണ്ടാക്കിയാണ് എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് തുടച്ചെടുത്താൽ മതി, വെള്ളമൊഴിച്ച് കഴുകാൻ നിൽക്കണ്ട. കംപ്ലീറ്റ് ഡീസൽ ഒഴിച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. ഏകദേശം എല്ലാം കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. വീക്കിലി മെയിൻ്റെനൻസ് ആണെങ്കിൽ ഇത്രയും തന്നെ മതിയാവും. ഇനി ഇതിന് ചെയിനൊന്ന് കഴുകിയെടുക്കും. അതിവിടെ കഴിയുമ്പോൾ ചെയിനിൻ്റെ പരിപാടി എല്ലാം കഴിയും. വേറെ വെള്ളമൊന്നും ഞാൻ തൊട്ടിട്ടില്ല, വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വെള്ളം ഞാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞില്ല. ഇപ്പോൾ നമുക്ക് ചെയിന് ക്ലീൻ ചെയ്യാൻ പോകും. സോപ്പ് ഇടയിലുള്ള അഴുക്കും ഡീസലും എല്ലാം കളയാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം ഒരുപാട് കൂടിയാൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. വേറെ ഒന്നുമില്ല, ബാക്ക് ഫ്രീ വീലിനകത്തെല്ലാം കയറി പോയാൽ ഒരല്പം റസ്റ്റ് തുരുമ്പ് മതി. നമുക്ക് സൗണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും ചവിട്ടാനൊക്കെ. പിന്നെ വീണ്ടും ഈ ബാക്ക് വീലൊക്കെ ഇളക്കി അതിനകത്ത് എയറടിച്ച് ഡീസലടിച്ച് ഈ തുരുമ്പിനെ കളയേണ്ടി വരും. സൈക്കിൾ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് എപ്പോഴും ഇതായിരിക്കണം. സൈക്കിൾ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ്
വെള്ളം എപ്പോഴും താഴെ അടിക്കാതെ മേളിലോട്ട് ഇവിടെ ഒന്നും ഓരോട്ട് അടിക്കാതെ നിൽക്കണ്ട, താഴോട്ട് മാത്രം ഓരോന്നും കഴുകി വിടാം. അതെ, ക്ലീൻ ആവും. സൂപ്പറായിട്ടുണ്ട്. പുതിയതുപോലെ ആയില്ലേ? ഒന്ന് നന്നായിട്ടൊന്ന് കാണിച്ചു. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ആ സോപ്പിൻ്റെ ഒരു ഇത് മാറി ഇത്തിരി ഡ്രൈ ആവും. അപ്പോൾ നമുക്കറിയാൻ പറ്റും സോപ്പ് മാറിയിട്ടുണ്ടെന്ന്. അതുപോലെ ഇത് ഇത്തിരി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴുകിക്കൊണ്ടിരിക്കും. സോപ്പിൻ്റെ ഇത് മാറാൻ നമുക്ക് മനസ്സിലാവും. പിടിക്കുമ്പോൾ തന്നെ ഒരു ഗ്രിപ്പ് കിട്ടും സോപ്പിൻ്റെ സംഭവമാണ്. ചെയിൻ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ചെയിനിൽ മാത്രമേ സോപ്പ് യൂസ് ചെയ്തിട്ടുള്ളൂ. സോപ്പ് യൂസ് ചെയ്തില്ല, കാരണം ഇതിനകത്ത് എന്തെങ്കിലും വെള്ളം വല്ലതും ആയിപ്പോയാൽ ഭയങ്കര മെനക്കേടാണ്. പിന്നെ ഇത് റിമൂവ് ചെയ്ത് നമുക്ക് അകത്ത് മൊത്തവും ഇത് ഡീസൽ കൊടുത്ത് എയർ അടിച്ച് പുറത്തടിക്കേണ്ടി വരും. 2-3 ദിവസം കഴിയുമ്പോൾ തുരുമ്പ് വരും, അതാണ് കുഴപ്പം. അതുകൊണ്ട് കുടകിൽ ഹോസ്റ്റലൊന്നും വെള്ളം അടിക്കാൻ പാടില്ല. എന്തെങ്കിലും ഇനി വെള്ളം ഒഴിച്ച് കഴുകെന്തെങ്കിലും ചെയ്യണമെങ്കിൽ സൈക്കിൾ മാക്സിമം ഇങ്ങോട്ട് ചരിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് എന്തെങ്കിലും ചെയ്തു കൊടുക്കും. മാക്സിമം വെള്ളം അവിടെ യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മെയിൻറ്റെയിൻ ആയതുകൊണ്ട് ഇത് മാത്രമൊന്നും ശ്രദ്ധിക്കണം. ഇവിടെയുള്ള ഇത്തിരി ഡീസൽ ഒഴിച്ച് ഇവിടുത്തെ പൊടി അഴുക്കെല്ലാം പുറത്തോട്ട് എടുക്കാൻ പറ്റും. അല്ലാതെ അവിടെ വെള്ളം ഒഴിച്ച് കഴുകാൻ വെള്ളം ഒഴിച്ച് അകത്തോട്ട് അടിക്കാൻ നിൽക്കുന്നത്. വെള്ളം യൂസ് ചെയ്യണം. വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇത്രയും വരാവും, അതിനപ്പുറം ഫോഴ്സ് ഇടാൻ പാടില്ല. വേണമെങ്കിൽ ഇവിടേക്ക് ഒന്ന് വരാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ആവശ്യമില്ല വെള്ളം ഞാൻ വെള്ളം യൂസ് ചെയ്യില്ല. ജസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഡീസൽ ഇതൊന്ന് തുടച്ചെടുത്താൽ മതി. ബാക്കിയുള്ള ഭാഗം വെള്ളം തുടച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം തുടച്ചില്ലെങ്കിൽ ഇതിനിടയിൽ ഇനി തുരുമ്പ് പെട്ടെന്ന് കയറും, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് മാക്സിമം പെട്ടെന്ന് തുടച്ചെടുത്ത് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓയിൽ മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം ഇച്ചിരി നനവുണ്ട്, നമുക്കത് കുറച്ച് ഓയിൽ ഒഴിക്കുമ്പോൾ അതങ്ങ് മാറിക്കോളും. ഈ നനവ് ഇങ്ങനെ ഉണ്ടായാൽ നമുക്ക് പണി കിട്ടും, തുരുമ്പ് കയറും. അതുകൊണ്ട് അതിനുമുമ്പ് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യണം. മാക്സിമം കമ്പനി ഓയിൽ തന്നെ സൈക്കിളിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. കമ്പനി ഓയിൽ എന്ന് പറയുമ്പോൾ ഒരു 800 രൂപ വരും. ബ്രാൻഡ് സൈക്കിളാണെങ്കിൽ അതിൽ കമ്പനി ഓയിലേ യൂസ് ചെയ്യാവും.
ഇത്രയേ ഉള്ളൂ സൈക്കിൾ സർവീസ്. മെയിൻ്റനൻസ് ഇത്രയേ ഉള്ളൂ. വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല സൈക്കിളിൽ. മാക്സിമം നമ്മൾ തുടച്ച് തന്നെ എടുക്കണം. ഡീസൽ കൊണ്ട് മാക്സിമം എല്ലായിടവും തുടച്ചങ്ങ് എടുത്താൽ മതി. വെള്ളം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ മഴയത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും അത് ക്ലീൻ ചെയ്തേ വീട്ടിൽ പാർക്ക് ചെയ്യാവും. അതല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. ഇപ്പം ചെളിയൊക്കെ ആയിരുന്ന അത് പോകാൻ ഭയങ്കര പാടായിരിക്കും. ആ സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തന്ന ആ ഫോഴ്സിൽ വെള്ളം കൊണ്ടൊന്ന് അടിച്ച് ക്ലീൻ ചെയ്താൽ മതിയാവും. മഴ ഉള്ളപ്പോൾ. അതല്ലാത്ത പൊടി മാത്രം അങ്ങ് ഡീസലോട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. എപ്പോഴും പെർഫെക്റ്റായിട്ട് നമ്മുടെ സൈക്കിളിനെ കീപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാം നല്ല ക്ലീനായിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് അഴുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നെല്ലാം ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട്. പക്കായിട്ടുണ്ട്. ഇത്രയുള്ള മെയിൻ്റനൻസ്. പിന്നെയുള്ള ട്യൂണിങ്ങിൻ്റെ കാര്യം അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കി നടന്നില്ലെങ്കിൽ ഷോപ്പിലെല്ലാം കൊണ്ട് കാണിച്ചാൽ മതി. അതൊരു ചെറിയൊരു കാൽക്കുലേഷൻ മാത്രമാണ് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് സ്ക്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ ഓയിലാണ്. ഇതിന് വേണ്ടിയിട്ട് ചെയിൻ ലൂപ്പ്, സൈക്കിളിൻ്റെ ചെയിൻ ലൂപ്പ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഓരോ ചെയിനിൻ്റെ ഓരോ കണ്ണിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ഓരോ കണ്ണിക്കകത്തും ഇറങ്ങി ചെല്ലാൻ കണക്കിനാണ് ഇത് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഓരോ കണ്ണിയും എടുത്ത് ബാക്കിലോട്ട് കറക്കി ഓരോ കണ്ണിക്കകത്ത് ഇറങ്ങാൻ കണക്കിന് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തത് ഇപ്പം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കണ്ണിയുടെ ഇടയിലുള്ള എല്ലാ ചെറിയ മണ്ണും പൊടിയും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കളയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ലൂബിലോട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇതിന് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോവാം. ഒത്തിരി ഓവർലൂപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഓവർലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഗിയർ ഷിഫ്റ്റിങ്ങിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ജെർക്കാവാനും ഒരുപാട് ഓയിലായതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓവർലൂപ്പ് ചെയ്യേണ്ട. ചെയ്ത ശേഷം ഇതിപ്പം നമ്മൾ ടോട്ടലായിട്ടൊന്ന് ലൂബ് ചെയ്യുക. ലൂബ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ഒത്തിരി ലൂബ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ മതി. നമ്മൾ ലൂബ് ചെയ്ത ശേഷം തുടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് കറക്കി ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ആ ക്രാങ്കിലുള്ള ഓരോ ഇതിലോട്ടും ഓരോ കാസറിലുള്ള ഓരോ പല്ലുകളിലോട്ടും ഈ ഓയിൽ ഇറങ്ങി ചെല്ലും. അപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും സ്പ്രെഡാവും. അപ്പോൾ സ്പ്രെഡായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓവർലൂബ് ഈ ചെയിനിൽ തന്നെ നിൽക്കത്തില്ല. ഇങ്ങനെ മാറി മാറി നമുക്ക് എല്ലാത്തിലോട്ടും ഇറങ്ങിക്കോളും. ഓരോ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും എല്ലാത്തിലോട്ടും സ്പ്രെഡാവും. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീക്കിലി ഉള്ള സർവീസാണ് ഇപ്പോൾ ചെയ്തത്. മാക്സിമം നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ വീഡിയോഗ്രാഫർ, വീഡിയോ എടുക്കാൻ സഹായിച്ച നമ്മളനി